ഹായ്, ഞാൻ ഡോക്ടർ ദാനിൽ ചാർലി. നിങ്ങളൊരു സ്പോർട്സ് പേഴ്സൺ ആണോ? അല്ലെങ്കിൽ നിങ്ങളൊരു ലിഷർ ടൈമിൽ കളിക്കാൻ പോകുന്ന ആളാണോ? ബാസ്ക്കറ്റ് ബോൾ അല്ലെങ്കിൽ ബേസ്ബോൾ, ക്രിക്കറ്റ് എന്നിവ മൂലം നമ്മുടെ ഷോൾഡറിനുണ്ടാകുന്ന പെയിനിൻ്റെ കോസസിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഷോൾഡറിലെ പെയിൻ വേരിയസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തെങ്കിലും നമ്മളുടെ ഓവർ യൂസ് ആയിട്ടുള്ള ആക്ടിവിറ്റി മൂലം ഷോൾഡറിൻ്റെ ഉള്ളിലുള്ള മസിലുകൾക്ക് നീർക്കെട്ട് സംഭവിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൊട്ടേറ്റർ കഫ്, ഷോൾഡർ ജോയിൻറ്റിനെ സെൻട്രലൈസ് ആയിട്ട് പിടിക്കാൻ സഹായിക്കുന്ന റൊട്ടേറ്റർ കഫിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ്, അല്ലെങ്കിൽ ബൈസെപ്സ് ടെൻഡൻ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ്, അല്ലെങ്കിൽ ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് എല്ലുകൾ തമ്മിൽ ഉരയാതിരിക്കാനായിട്ട് ഇടയിലുള്ള ബേഴ്സയ്ക്ക് വരുന്ന ഇൻഫ്ലമേഷൻസ്, ഇതെല്ലാം ഓവർ യൂസ് കാരണം നമുക്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ ഷോൾഡർ ജോയിൻറ്റിനൊരു അൺസ്റ്റേബിൾ ആവുക, അല്ലെങ്കിൽ ഷോൾഡർ ജോയിൻറ്റ് സ്റ്റേബിൾ അല്ലാതെ ആവുക. സ്റ്റേബിൾ അല്ലാതെ ആവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ജോയിൻറ്റിൻ്റെ അകത്തു നിന്ന് തെന്നിപ്പോകുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് അനുഭവപ്പെടും. അത് നമ്മൾ ശാശ്വതമായിട്ടുള്ള സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് വഴി പരിഹരിക്കേണ്ടതുണ്ട്. വേറെ നമുക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചുറീസ് മൂലം ട്രോമ, അതായത് നമ്മൾ ആ സമയത്ത് വീഴുകയോ അങ്ങനെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കൂട്ടിയിടിക്കുകയോ ചെയ്യുന്ന ആഘാതം മൂലം ഷോൾഡർ ജോയിൻറ്റിന് ചുറ്റുമുള്ള എല്ലുകൾക്ക് ഫ്രാക്ചർ സംഭവിക്കാം, അല്ലെങ്കിൽ എല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിഗമെൻസിന് സ്പ്രെയിൻ ഉണ്ടാവാം. ഇതെല്ലാം അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വഴി നമുക്ക് പൂർണ്ണമായിട്ടും മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഷോൾഡറിന് വരുന്ന ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമ്മൾ കറക്റ്റായിട്ട് കളിക്കുന്ന നേരത്ത് ഓടിപ്പോയി കളിക്കാതെ, കളിക്കുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ട് ഡൈനാമിക്കായിട്ട് വാമപ്പ് ചെയ്യാനും സ്ട്രെച്ച് ചെയ്യാനും, കളിച്ചതിന് ശേഷം നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് തന്നെ കൂൾ ഡൗൺ ചെയ്യാനും ശ്രമിക്കണം. വളരെയധികം ആൾക്കാർ തീരെ ചെയ്യാത്തൊരു കാര്യമാണ് ഈ കൂൾ ഡൗൺ. കളി കഴിഞ്ഞിട്ടുള്ളൊരു പീരീഡ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ആ പർട്ടിക്കുലർ മസിൽസിന്, ഗ്രൂപ്പ് ഓഫ് മസിൽസിനും ജോയിൻറ്റിനും റെസ്റ്റ് കിട്ടാനായിട്ടും വേണ്ടതാണ്. ഷോൾഡർ ജോയിൻറ്റിലെ മസിലുകളെ നമ്മൾ റെഗുലറായിട്ട് സ്ട്രെച്ച് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യണം. എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ റൊട്ടേറ്റർ കഫും ഷോൾഡർ ജോയിൻറ്റിന് ചുറ്റുമുള്ള ഡെൽറ്റോയിഡ്, അങ്ങനെ ഷോൾഡർ ജോയിൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നവർ വളരെ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ തോൾപ്പലക അഥവാ സ്കാപ്പുല, അപ്പോൾ അതിന് ചുറ്റുമുള്ള കുറച്ച് മസിൽസ്, ഇതും നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുക. ഈ സ്കാപ്പുല സ്റ്റെബിലൈസ് ചെയ്താൽ മാത്രമാണ് ഷോൾഡർ ജോയിൻറ്റിൻ്റെ ഫങ്ഷൻസ് വളരെ ഈസി ആയിട്ട് നടക്കുകയുള്ളൂ. ഈ സ്കാപ്പുല സ്റ്റെബിലൈസ് ചെയ്യാത്തത് തന്നെ ഷോൾഡർ ജോയിൻറ്റിൻ്റെ കോമൺ ആയിട്ടുള്ള പെയിൻ്റെ ഒരു കോസാണ്. ഇത്തരത്തിൽ നമ്മൾ ഷോൾഡറിന് ചുറ്റുമുള്ള മസിലുകൾ ബലപ്പെടുത്തുന്നതും വഴി നമുക്ക് കോമൺ ആയിട്ടുണ്ടാകുന്ന ഷോൾഡർ പെയിൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. താങ്ക് യു.